നിത്യജീവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, സ്വായത്തമാക്കുവാൻ മറ്റൊരുത്തിനും രക്ഷയില്ല. പ്രിയമുള്ളവര്, ഒരിക്കൽ കൂടി ഈ ദേശത്തോട് നിങ്ങളെ വിളിച്ചു പറയട്ടെ, യേശു നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തും. മൃഗസമാനനായ മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുവാൻ, മൃഗതുല്യനായ അതേ മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുവാൻ, ജഡീക മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുവാൻ, പ്രാകൃത മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുവാൻ ഉലകത്തിനോട് പ്രത്യേക ശാസ്ത്രത്തിൽ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് യേശുവിനെ സകലവും സാധിക്കുമെന്ന് പറഞ്ഞ് ഈ ദേശത്തോട് നിങ്ങളുടെ പറയുകയാണ്. യേശുവിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാനിടയായിത്തീരും. നാളുകൾക്ക് മുൻപ് മദ്യത്തിനോ മയക്കുമരുന്നിലോ ലോകത്തിന്റെ ഇനങ്ങൾക്കൊക്കെ ജീവിച്ച് അതെ കൂലിത്തല്ലുമായിട്ടോ ഗുണ്ടായുസമായിട്ടോ ഒക്കെ ജീവിച്ചിട്ടുള്ളവരായിരിക്കാം. ആ വിധത്തിൽ ജീവിച്ച് അതെ മനുഷ്യന് വേണ്ടാത്ത, മനുഷ്യ സമൂഹത്തിന് വേണ്ടാത്ത വെറുക്കപ്പെട്ടതായ ജീവിതത്തിന് ഉടമകളായിരുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സത്യസുവിശേഷത്തിന്റെ സന്ദേശവാദികളുമായി ഉച്ചസ്ഥലം വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് കണ്ടേറെ ലഭിച്ചതുകൊണ്ടാണ് അറിയാതെ ജീവിതത്തെ മാറ്റിമറിച്ചത് യേശുവിന്റെ സുവിശേഷമാകുകൊണ്ടാണ്. ഈ സത്യസമയത്തിന് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, സുവിശേഷം ജീവിതത്തെ മാറ്റുന്നതാണ്. സുവിശേഷം കുടുംബ ജീവിതത്തെ അത് നിശ്ചയമായിട്ട് അതിനെ മാറ്റം വരുത്തുന്നതാണ്. സമാധാനത്തിന്റെ ജീവിതം, സന്തോഷത്തിന്റെ ജീവിതം ഒന്നുമില്ലെങ്കിലും അത് നേരം കഴിച്ച് ആഹാരം കഴിക്കാനൊന്നുമില്ലെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഹൃദ്യമായി സമാധാനത്തോടെ ജീവിക്കുന്ന എത്ര പേര് നമ്മുടെ ദേശത്തുണ്ട്? പ്രിയമുള്ളവരെ, വല്ലാത്തൊരു കാലഘട്ടം കടന്നു വന്നിരിക്കുന്നു. ഒരുമിച്ച് അത് ഈ സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ